ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൽ ശിവാനിയെ വെച്ച് മുതലെടുക്കാൻ വേണ്ടി ഒരാളെ കൂട്ടിക്കൊണ്ടുവരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ ശിവാനി അയാളോട് അങ്ങ് ചൂടായി സംസാരിക്കുകയാണ്. അങ്ങനെ അയാൾ പറയുകയാണ്, എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ നിനക്ക് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ഇപ്പോൾ തന്നെ നിന്റെ ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ അങ്ങ് പറയാം കേട്ടോ. അത് കേട്ടതോടുകൂടി ശിവാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നീ എനിക്ക് എത്ര കോടികൾ തന്നാലും ശരി, നിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ എന്നങ്ങ് പറഞ്ഞ് ചൂടാവേണ്ടോ. അമൽ നീ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമലൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് വരില്ല, ഞാനിവിടെ കിടന്ന് അലറി വിളിക്കുമെന്ന് പറയുമ്പോൾ അതിന് ഇവിടെ തൊട്ടടുത്തൊന്നും ഒരു വീട് പോലുമില്ല, അതുകൊണ്ട് നീ അലറി വിളിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. ശിവാനി നീ ഒന്ന് സഹകരിക്കണം എന്നങ്ങ് പറഞ്ഞ് ശിവാനിയുടെ ഷോൾഡറിൽ അങ്ങ് അയാൾ കൈ വെക്കാൻ കേട്ടോ. അതോടുകൂടി ശിവാനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട്, മര്യാദക്ക് നീ എൻ്റെ ദേഹത്ത് നിന്നും കൈയെടുത്തോ എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശിവാനി അയാളുടെ നെഞ്ചിലേക്ക് അങ്ങ് ചവിട്ടുകയാണ്. വിടട എന്നെ നീ എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആ സൗണ്ട് കേട്ട് അമലങ്ങ് വരികയാണ്. എന്താണ് ശിവാനി നീ ഈ കാണിക്കുന്നത്, മര്യാദക്ക് നീ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോളണം എന്ന് പറയുമ്പോൾ നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല, നീ ഒരു ചതിയനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് ബഹളം വെച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും അമലങ്ങ് തടഞ്ഞിട്ട്, നീ ഇവിടുന്ന് എവിടേക്കും പോവില്ല, ഞാൻ ഇയാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കുക തന്നെ ചെയ്യും, നീ മര്യാദയ്ക്ക് നിനക്ക് പറയുന്നത് പോലെ നീ സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെന്നെ കിട്ടില്ല, ശിവാനി അത്രക്കാരിയായ ഒരു പെണ്ണല്ല എന്നും പറഞ്ഞ് അമലിനിട്ടും രണ്ടങ്ങ് പൊട്ടിക്കാൻ കേട്ടോ. എന്നിട്ട് അമലിന് ഉന്തിയ ശേഷം അവിടുന്ന് അങ്ങ് ശിവാനി ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ നിൽക്കടി അവിടെ എന്നും പറഞ്ഞ് ശിവാനിയുടെ പുറകെ അമലും കൂടി അങ്ങ് ഓടുകയാണ്. അങ്ങനെ ശിവാനി ഓടിപ്പോകുന്നത് ഒരു കാറിൻ്റെ അടുത്തേക്കാവും കേട്ടോ. ഒരു കാറ് നിർത്തിയിട്ട കാറിൻ്റെ അടുത്തേക്കാവും. എന്നിട്ട് ആ കാറിലുള്ളത് ആരാണെന്ന് പോലും നോക്കാതെ ശിവാനി അതിൻ്റെ ഡോർ അങ്ങ് തുറന്നിട്ട് അതിലങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ആൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശിവാനിയെ കാണാൻ. അങ്ങനെ ശിവാനിയും ആളെ കാണാൻ കേട്ടോ. അത് മറ്റാരുമായിരിക്കില്ല, പ്രണവ് തന്നെയായിരിക്കും. അങ്ങനെ ശിവാനി നീ എന്താ ഇവിടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ എന്നെ രക്ഷിക്കണം, എന്നെ പിടിക്കാൻ അയാൾ വരുന്നുണ്ട്, ആ അമൽ വരുന്നുണ്ട്, എന്നെ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തണം, പ്ലീസ് എന്നെ കാണിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ അങ്ങ് ശിവാനി കരഞ്ഞുകൊണ്ട് പ്രണവിനോട് അങ്ങ് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും അമൽ അങ്ങ് ഓടി വരികയാണ്. അങ്ങനെ അമൽ അവിടെയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊന്നും ശിവാനിയെ കാണുന്നില്ല. ഇവളിതിപ്പോൾ എവിടേക്കാണ് ഓടിപ്പോയത് എന്നിങ്ങനെ മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷം അമൽ വീണ്ടും അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ശിവാനിയോട് ചോദിക്കുകയാണ്, എന്താണ് പ്രശ്നം ശിവാനി എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും അർഹതയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ലക്ഷ്യം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് എനിക്ക് കിട്ടിയ നല്ല ജീവിതം പോലും ഞാൻ തട്ടിത്തെറിപ്പിച്ച് നിങ്ങൾ തന്ന 100 പവൻ സ്വർണ്ണാഭരണങ്ങളുമായിട്ട് ഞാൻ മുങ്ങിയത്. പക്ഷേ ആ 100 പവൻ സ്വർണ്ണാഭരണങ്ങളും അവനെല്ലാം തന്നെ കൈക്കലാക്കി അവനതെല്ലാം വിറ്റു തൊലച്ചു. ഇപ്പോൾ എന്നെ അവൻ മുതലെടുക്കുകയാണ്. ഇനിയിപ്പോൾ സംവിധായകന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഉപദ്രവിക്കാനൊക്കെയാണ് അവൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രണവിനാകെ പാവം തോന്നുകയാണ് ശിവാനിയോട്. അങ്ങനെ പ്രണവ് പറയാണ്, നീ എവിടേക്കാണ് പോവേണ്ടത് എന്ന് വെച്ചാൽ എന്നോട് പറ, ഞാൻ അവിടെ കൊണ്ടുപോയി നിന്നെ ആക്കാം. എവിടേക്ക് പോവാനാണ്, എൻ്റെ വീട്ടിലേക്ക് പോവാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ നാട്ടിൽ ഉണ്ടാക്കി വെച്ചില്ലേ, അതുകൊണ്ട് എവിടേക്കാണ് പോവേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല, സാരമില്ല, ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം, പ്രണവിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇത്രയും സഹായമെങ്കിലും എനിക്ക് പ്രണവ് ചെയ്തു തന്നല്ലോ, അതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞ് ശിവാനി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അങ്ങ് നോക്കുകയാണ്. അപ്പോൾ കാണാം കാറിൻ്റെ കണ്ണാടിയിലൂടെ അങ്ങ് കാണുകയാണ് വീണ്ടും അമൽ അവിടേക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പോൾ ശിവാനി വീണ്ടും അവിടെ തന്നെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പ്രണവിൻ്റെ കാറിൻ്റെ അവിടെ വന്നിട്ട് അങ്ങ് മുട്ടുകയാണ്. എന്നിട്ട് പ്രണവ് എന്താ വേണ്ടത് എന്ന് അമലിനോട് ചോദിക്കും. അല്ല, ഇതുവഴി ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നതെങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ എന്നങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശിവാനി എവിടേക്കാവും പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് അമല്. എന്നിട്ട് അമല് വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ പ്രണവ് പറയാണ്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ അയാളുടെ കയ്യിൽ പെടില്ലേ, അതുകൊണ്ട് ഞാൻ നീ പറയുന്ന സ്ഥലത്ത് ആക്കി തരാം, എവിടേക്കാണ് നിനക്ക് പോവേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എവിടേക്കും പോവേണ്ടതില്ല, ഇവിടെ അടുത്ത് തന്നെയല്ലേ എൻ്റെ വീടുള്ളത്, അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം, ഇത്രയും സഹായം ചെയ്തു തന്നല്ലോ, അതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് പ്രണവ് എന്ന് പറയട്ടോ. എന്നിട്ട് പ്രണവ് പറയണ, ഇനി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഇതാ എൻ്റെ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞിട്ട്
ശിവാനിയുടെ കയ്യിലേക്ക് ആ കാർഡ് കൊടുക്കുമ്പോൾ ശിവാനി പറയാണ്, വേണ്ട, എനിക്ക് ഈ ഒരു സഹായമൊന്നും തേടാനുള്ള അർഹത പോലും എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ വിസിറ്റിംഗ് കാർഡൊന്നും വേണ്ട, ഞാൻ പോവട്ടെ, ഇത്രയെങ്കിലും എന്നെ സഹായിച്ചല്ലോ, അതിനെന്നെ ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞ് ശിവാനി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ പ്രണവും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ശിവാനി പിന്നെ നേരെ ചെല്ലുന്നത് ശിവാനിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ ലൈറ്റ് പോലും ഒന്നും ഉണ്ടാവില്ല, എവിടെ പോയിട്ടുണ്ടാവും, എൻ്റെ വീട്ടിലുള്ളവർ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശിവാനി ചിന്തിച്ച് കൂട്ടാൻ കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് പേര് അവിടെ തൊട്ടടുത്തുള്ള അയൽവക്കത്തിലുള്ള ആളുകളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ശിവാനി അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടാവും, ചന്ദ്രയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, എന്നിട്ടിപ്പോൾ ചന്ദ്രയെ നോക്കുന്നത് ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയത് കൊണ്ടല്ലേ, നിധിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഗൗതം സാറിനെ പോലത്തെ നല്ലൊരു മകനെ കിട്ടിയത്, അതുകൊണ്ടാണ് ഇപ്പോൾ ചന്ദ്രയെ സംരക്ഷിക്കുന്നതും എല്ലാം തന്നെ ആ ഗൗതം സാറാണ് എന്നുള്ള കാര്യമൊക്കെ ആവട്ടെ അവരിങ്ങനെ പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ശിവാനി ഇങ്ങനെ കേൾക്കാണ്ടോ. അപ്പോൾ ശിവാനിക്ക് ഗൗതമിനെയും നിധിയെയും കുറിച്ചുള്ള കാര്യം പറഞ്ഞത് കേൾക്കുമ്പോൾ അങ്ങനെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ശിവാനിയെക്കുറിച്ചും അവരങ്ങ് പറയാണ്, ആ ശിവാനി എന്ന് പറഞ്ഞ ആ കുരുത്തം കെട്ട പെണ്ണില്ലേ, അവളെ ഗൗതം സാർ കല്യാണം കഴിക്കാതിരുന്നത് മഹാഭാഗ്യമാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതം ആകെ തൊലഞ്ഞേനെ. ശിവാനിയെ പോലത്തെ ഒരു അഹങ്കാരിയും അവളുടെ അമ്മയെ പോലെ കുനിഷ്ടുബുദ്ധിയുമുള്ളവരെ ഒന്നും കൂട്ടുപിടിക്കാതിരുന്നത് തന്നെ ആ ഗൗതം സാറിൻ്റെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ ശിവാനിയെക്കുറിച്ച് അവരിങ്ങനെ കുറ്റം പറയണതും ശിവാനി അങ്ങ് കേൾക്കാണ്ടോ. ആ ശിവാനി എന്ന് പറഞ്ഞ ആ പെണ്ണ് ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്, ഇത് ആദ്യമേ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് അതിലെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ അങ്ങ് പറയാണ്. അവളുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ തന്നെയാണ് അവൾ ചെയ്യുകയുള്ളൂ. പക്ഷേ അവർ ആ ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 100 ആഭരണങ്ങളുമായിട്ടാണ് അവൾ മുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ചില്ലറക്കാരിയല്ല. എന്തായാലും ഗൗതം സാറിൻ്റെ വീട്ടിലുള്ളവർ എന്തായാലും കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ എത്രയും പെട്ടെന്ന് പോലീസ് കസ്റ്റഡിയിലാവും. പിന്നെ 100 പവൻ്റെ ആഭരണവും ഗൗതം സാറിൻ്റെ വീട്ടിലുള്ളവർക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെയുള്ള കാര്യം അവർ പറയാണ്. അത് കേൾക്കുമ്പോൾ ശിവാനിക്കൊന്നും അങ്ങ് പേടിയാവും കേട്ടോ. പോലീസിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ശിവാനി ഒന്നങ്ങ് പേടിക്കുകയാണ്. അങ്ങനെ ശിവാനി ഇത് ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നത് ആ കൂട്ടത്തിലുള്ള ഒരാളങ്ങ് കാണാൻ കേട്ടോ. അപ്പോൾ ദാ നിൽക്കുന്നു ശിവാനിയല്ലേ ആ ഒളിഞ്ഞു നിൽക്കുന്നത്, അവൾ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത്, ഇനി അടുത്തത് എന്തെങ്കിലും മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാവുമോ അവൾ ഇവിടേക്ക് വന്നത്, പിടിക്കുക അവളെ ഇപ്പം തന്നെ പോലീസുകാരെ ഏൽപ്പിക്കണം എന്നങ്ങ് പറഞ്ഞ് ശിവാനിയുടെ പുറകെ ആ നാട്ടുകാരെല്ലാവരും കൂടി അങ്ങ് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനി അവിടുന്ന് പെട്ടെന്ന് തന്നെ ഓടിപ്പോവാണ്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശിവാനി ഓടിപ്പോകുമ്പോൾ പിന്നീട് ശിവാനി അവിടെ ഓടി ചെല്ലുന്നത് നേരെ അമലിൻ്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും. അമലാണെങ്കിലോ ബൈക്ക് ഓടിച്ച് ശിവാനിയെ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയമാവും. അപ്പോൾ ശിവാനി ഓടി ചെല്ലുന്നത് അമലിൻ്റെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ അമൽ പറയണ, കണ്ടില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞത് സത്യമായില്ലേ, നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല, നിന്റെ കയ്യിലുള്ള 100 പവൻ്റെ ആഭരണങ്ങൾ കിട്ടാൻ വേണ്ടി പോലീസുകാരും നിന്നെ തിരയുന്നു. ഇപ്പോൾ നാട്ടുകാരാണെങ്കിൽ അവരുടെ വകയും നിനക്ക് നന്നായിട്ട് തന്നെ കിട്ടും, നിന്റെ വീട്ടിലുള്ളവരാണെങ്കിൽ അതും നിന്നെ വീട്ടിലേക്ക് കയറ്റില്ല. അതുകൊണ്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിക്കോ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരവും ഞാൻ തരാമെന്നും പറയാണ്. അങ്ങനെ ശിവാനിക്ക് നിവൃത്തിയില്ലാതെ വീണ്ടും അമലിൻ്റെ കൂടെ തന്നെ പോവേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. അങ്ങനെ അമലിൻ്റെ കൂടെ ബൈക്കിൽ കയറിയിട്ട് ശിവാനി അങ്ങ് പോവുകയാണ്. അപ്പോൾ പുറകെ വന്ന നാട്ടുകാരൊക്കെ അവൾ വീണ്ടും പോയി, ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെയാണല്ലോ അവൾ പോയിട്ടുള്ളത് എന്ന് നാട്ടുകാർ വീണ്ടും അങ്ങ് കൂടി നിന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താവും രാവിലെ ആയിട്ടുണ്ടാവും. അപ്പോൾ പാറു ഒരു ഗ്ലാസ് ചായയുമായിട്ട് അങ്ങ് വരികയാണ്. മോളെ നിധി, നീ ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കേണ്ട, ഈ ഒരു ഗ്ലാസ് ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്ക് വേണ്ട അമ്മയെന്ന് അത് പറയരുത്, നീ കുടിക്ക്. എവിടെ ഗൗതം സാർ വന്നിട്ടില്ല, ഗൗതം സാർ എവിടെയാ പോയെന്ന് പോലും എനിക്കറിയില്ല, ഇന്നലെ രാത്രിയിലും ഗൗതം സാർ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഗൗതം വന്നിട്ടില്ലേ, ഇല്ല, ഞാൻ വിചാരിച്ചത് ഓഫീസിലുള്ള എന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും വരാതിരിക്കുന്നത് എന്നാണ് എങ്കിലിപ്പോൾ ഗൗതം ഇപ്പോൾ വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുക കേട്ടോ. ആ സമയത്താവും നിധിയെ കാണാൻ വേണ്ടി നിധിക്ക് ജോലി ആക്കി കൊടുത്തിരിക്കുന്ന ആ സ്ത്രീ അങ്ങ് വരികയാണ്. അങ്ങനെ നിധിയെ കാണണം എന്ന് പറഞ്ഞ് ആ വേലക്കാരി വരികയാണ് കേട്ടോ. അപ്പോൾ നിധിയെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ പാറുവും നിധിയും കൂടി ആ സ്ത്രീയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. എന്താ മേഡം, എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മേഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്, എനിക്കിങ്ങനെ വീട്ടിലിരുന്നു കൊണ്ടുള്ളൊരു ജോലി ആക്കി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കാവും. അപ്പോഴാവും വസുന്ധര മുകളിൽ നിന്നോട് തന്നെ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ വസുന്ധര ഇങ്ങനെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, മേഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ജോലിയൊക്കെ ആക്കി തന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്നോടല്ല ഈ നന്ദി പറയേണ്ടത് ഗൗതം സാറിനോടാണ് എന്ന് പറയും. ഗൗതം സാറിനോട് എന്താ മേഡം പറയുന്നത്? അതെ, ഗൗതം
ഗൗതം സാറാണ് നിനക്ക് വേണ്ടി ഈ ജോലി ആക്കി തന്നത്. ഗൗതം സാർ എന്നെ ഒരു ദിവസം കാണാൻ വേണ്ടി വന്നിരുന്നു. നിധി ഒരു ദിവസം പോലും ഒതുങ്ങിയിരിക്കാതെ പണി ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അടങ്ങിയിരിക്കാനൊന്നും നിധിക്ക് കഴിയില്ല. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിധിക്ക് ഒരു ജോലി ആക്കി കൊടുക്കാനുള്ള ഏർപ്പാട് മാഡം ചെയ്യണം. അത് ഞാൻ തന്നെ എല്ലാം ശരിയാക്കി തരാം. മാഡമാണ് ഈ ജോലി ശരിയാക്കിയത് എന്നും പറഞ്ഞിട്ട് മതി നിധിയോട് പറയല്. കാരണം ഞാനാണ് ശരിയാക്കി തന്നത് എന്ന് കേട്ടാൽ നിധിക്ക് കുറച്ച് വിഷമമാവും. അതുകൊണ്ടാണ് എന്നും പറയട്ടോ. അങ്ങനെ പാറുവിനോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, ഗൗതം സാറിൻ്റെ ഒരു ഇത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ ഗൗതം സാറിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എന്നൊക്കെ പറയുമ്പോൾ പാറു പറയാണ്, നീ വിഷമിക്കേണ്ട മോളെ, എനിക്കും അറിയായിരുന്നു. ഗൗതം എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിധിക്ക് ഇങ്ങനെ ഒരു ജോലി ആക്കി കൊടുക്കണം. കാരണം നിധി വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പിന്നെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയെയും അനിയനെയും സംരക്ഷിക്കണം എന്നൊക്കെ ചിന്തയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അമ്മേ, ഞാൻ നിധിക്ക് ഇങ്ങനെ ഒരു ജോലി ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് ഗൗതം പറഞ്ഞിട്ടുണ്ട് മോളെ എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാത്തൊരു സങ്കടം വരികയാണ്ടോ. ഞാൻ എത്രത്തോളം അധികം ഗൗതം സാറിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ പാറുവിനോട് പറയാണ്. അപ്പോൾ പാറു പറയാണ്, മോളിങ്ങനെ വിഷമിക്കേണ്ട, ഗൗതം അങ്ങനെയുള്ള നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ്. വാശി പിടിച്ചാൽ വസുന്ധരയുടെ അതേ വാശി തന്നെയാണ്. പക്ഷേ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കരൾ പറിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പറയുമ്പോൾ അമ്മയുടെ അതേ മനസ്സാണ് ഗൗതം സാറിന് എന്ന് നിധി പാറുവിനെ കുറിച്ചും അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ വസുന്ധരയാണെങ്കിലോ ഗൗതമാണ് നിധിക്ക് ജോലി ആക്കി കൊടുത്തത് എന്നതു കൂടി കേട്ടപ്പോൾ ദേഷ്യം പിടിക്കാൻ കേട്ടോ വസുന്ധരയ്ക്ക്. ഗൗതം നീ തന്നെയാണോ അവൾക്ക് ജോലി ആക്കി കൊടുത്തത് എന്നുള്ള ആ ദേഷ്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉരുണ്ട് കൂടുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിനെ കുറിച്ച് വീണ്ടും നിധി പറയണേ, ഈ ഗൗതം സാർ എനിക്ക് ജോലി ആക്കി തന്നിട്ടാണോ ഗൗതം സാർ കാണാതെ ഞാൻ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത്? എന്നിട്ട് ഒരു സൂചന പോലും ഗൗതം സാർ എനിക്ക് തന്നില്ല. ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ഗൗതം സാർ എന്നോട് പെരുമാറിയത് എന്നുള്ള കാര്യമൊക്കെ വീണ്ടും പാറുവിനോട് പറയാണ്. അങ്ങനെ ആ മേഡം വന്നിട്ട് പറയാണ്, എനിക്ക് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. അതിനാണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നത്. അതിന് സാറ് വന്നിട്ടില്ല. ഓഫീസിൽ എന്തോ തിരക്ക് പിടിച്ച ജോലി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വരുമായിരിക്കും. മേഡം കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് സാരമില്ല എങ്കിൽ ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ നാളെ തന്നെ ഗൗതം സാറിനെ ഓഫീസിൽ പോയി കണ്ടോളാം. എനിക്ക് കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഒരുപാട് സ്പോൺസറും കാര്യങ്ങളൊക്കെ ഗൗതം സാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാർഷികമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിനുള്ള എല്ലാ സ്പോൺസറും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഗൗതം സാറാണ് എന്ന് പറയട്ടോ. അതിനെന്താ, തീർച്ചയായും ഗൗതം അതൊക്കെ ചെയ്തോളും എന്നൊക്കെ പാറുവും കൂടി പറയാൻ കേട്ടോ. എന്നിട്ട് നിധി പറയണേ, എന്തായാലും മേഡം വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതം സാറിനോട് ഞങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കോളാം എന്നും പറഞ്ഞ് പിന്നെ മേഡം അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അപ്പോഴാവും അവിടേക്ക് വേലക്കാരി വന്ന് പറയാണ് പാറുവിനോടും നിധിയോടും പറയണേ, ഗൗതം സാർ ഇന്നലെ വീട്ടിലേക്ക് വരാതിരുന്നത് നിധി മേഡത്തിൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള ആ ഒരു സത്യം കൂടി പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നിധി ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഗൗതം സാർ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ആ വേലക്കാരി പറയണേ, ഇന്നലെ രാത്രിയിൽ നിധി മേഡം വിഷമിച്ചുകൊണ്ടിരിക്കുന്നതോ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് എല്ലാം തന്നെ ഗൗതം സാർ കേട്ടിരുന്നു. അപ്പോൾ ഗൗതം സാറിനാണ് എൻ്റെ അടുത്ത് വന്ന് അമ്മയ്ക്കുള്ള ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് ആ ഭക്ഷണവുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നുള്ള കാര്യം പോയി കേട്ടപ്പോൾ നിധിക്ക് ഗൗതം എന്നോട് വല്ലാത്ത ഒരു സ്നേഹവും ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം. ഞാൻ ഗൗതം സാറിനെ മനസ്സിൽ ചിന്തിച്ചു വെച്ചതുപോലെയല്ല. ഗൗതം സാറിന് നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ് എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ വല്ലാതെ അങ്ങ് നിധിയുടെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധി അങ്ങ് പൊട്ടിക്കരയാണ്. ഞാൻ ഇങ്ങനെയുള്ള മനസ്സിനെയാണോ ഞാൻ വേദനിപ്പിച്ചത്? ഞാൻ വിചാരിച്ചതുപോലെയല്ലല്ലോ. ഗൗതം സാർ എന്നെ അതിശയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലോ. ഗൗതം സാർ എൻ്റെ മനസ്സിനെ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് പൊട്ടിക്കരയാണ്. അപ്പോൾ പാറു അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. ഗൗതമിൻ്റെ മനസ്സ് അങ്ങനെയുള്ളൊരു മനസ്സാണ്. അത്രയ്ക്ക് വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഗൗതം. എല്ലാവരെയും കണ്ടറിഞ്ഞ് സ്നേഹിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുകയും സ്വഭാവമാണ് എൻ്റെ ഗൗതമിന് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഗൗതം സാർ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് നിഖിലിനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് നിധി നിഖിലിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് വസുന്ധര മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഗൗതം നിധിയുടെ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി എന്നുള്ളത് കൂടി കേട്ടപ്പോൾ വല്ലാത്തങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇതിന് എന്തെങ്കിലും ഒരു കടിഞ്ഞാൻ ഉടനെ തന്നെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ വസുന്ധര ചിന്തിച്ച് കൂട്ടാണ്. അങ്ങനെ നിധി നേരെ നിഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിധിയുടെ അമ്മയും നിഖിലും അമ്മാവനും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ എല്ലാം പാക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിസ്ചാർജ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, നിഖിൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്, അവിടെ ഗൗതം സാർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഉണ്ട്, ഗൗതം സാർ ബില്ലടക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, അമ്മയുടെ എല്ലാ അസുഖവും മാറി, ഇന്നലെ രാത്രിയിൽ മുഴുവനും ഗൗതം സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഗൗതം സാർ ഇന്നലെ ഹാളിലെ ആ ബെഞ്ചിലാണ് കിടന്നുറങ്ങിയത്, കൊതുകടി കൊണ്ടിട്ടാണ് ഗൗതം സാർ ഉറങ്ങിയത് എന്നുള്ള കാര്യം. പിന്നെ ചേച്ചി ഇന്നലെ രാത്രിയിൽ വിളിക്കുന്ന സമയത്ത് ഗൗതം സാർ ഇവിടെ ഉണ്ടായിരുന്നു, ചേച്ചിയോട് പറയണ്ട എന്ന് പറഞ്ഞത് ഗൗതം സാറാണ്, പിന്നെ അമ്മയ്ക്ക് ഇന്നലെ ഭക്ഷണം വാരിക്കൊടുത്തതെല്ലാം തന്നെ ഗൗതം സാർ ആയിരുന്നു എന്നുള്ള കാര്യവും ഒരുപാട് നേരം അമ്മയുമായിട്ട് ഗൗതം സാറ് സംസാരിച്ചു എന്നുള്ളതും ഒക്കെ കൂടി അങ്ങ് കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാതെ അങ്ങ് വിഷമവും സന്തോഷമൊക്കെ വരികയാണ്. ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടപ്പോൾ അങ്ങനെ ഫോൺ വെച്ച ശേഷം നിധി അങ്ങ് പൊട്ടിക്കരയാണ്. ഗൗതം സാറിനെ കുറിച്ച് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, സാറിൻ്റെ ഇങ്ങനെയുള്ള സാറിനെയാണോ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചതും ഒരുപാട് മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തത്. എനിക്ക് ഗൗതം സാർ വന്ന ഉടനെ തന്നെ എനിക്ക് ഗൗതം സാറിൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിൽ എനിക്ക് മാപ്പ് പറയണം, ഞാൻ ചെയ്തതും പറഞ്ഞതും എല്ലാം തന്നെ എന്നോട് പുറത്തു തരാൻ വേണ്ടി പറയണം എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാറു സമാധാനിപ്പിക്കുകയാണ്, ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഗൗതം മോൻ, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സ്വഭാവമാണ് ഗൗതമിൻ്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ഗൗതമിനോട് ഓരോ വാക്കുകൾ പറഞ്ഞതും എല്ലാം തന്നെ കുറ്റബോധമായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗൗതം വരുമ്പോഴത്തേക്കും ഗൗതമിനെ കണ്ട ഉടനെ സോറി പറയണം എന്നുള്ള ചിന്തയോട് കൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടും കൊണ്ട് വസുന്ധര നിൽക്കുമ്പോൾ വസുന്ധരയ്ക്കാണെങ്കിലും ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പുണ്ടാക്കണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ദുഷിച്ച മനസ്സോടുകനെയാണ് കേട്ടോ വസുന്ധര ഇതെല്ലാം കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്.